ടീച്ചർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ച പത്തനംതിട്ടയിലെ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. പത്തനംതിട്ട ജില്ലയിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ നിരവധിയായ ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ നടക്കുമെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടി DDEക്ക് അപേക്ഷ കൈമാറിയിട്ടുണ്ട്. DDE സ്പോട്ട് അഡ്മിഷൻ നടത്താൻ വേണ്ട ഉത്തരവിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്റർവ്യൂ നടക്കുന്നതായിരിക്കും. ഇന്റർവ്യൂ എന്നാണ് നടക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്തും ചാനലിനകത്തും കൃത്യമായിട്ട് അറിയിക്കും. ഡീലറുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പത്തനംതിട്ട ജില്ലയിൽ ഒഴിവുകൾ കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേർക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷ കൊടുത്തിട്ടും ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കാണ് ഫസ്റ്റ് ആദ്യഘട്ടത്തിൽ പരിഗണന കൊടുക്കുക. അതായത് ഗവൺമെന്റ് എയ്ഡഡ് റാങ്ക് ലിസ്റ്റിന് മെയിൻ ലിസ്റ്റിനകത്തോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിനകത്തോ ഉൾപ്പെട്ടിട്ടും ഇന്റർവ്യൂവിന് ഹാജരാകാൻ കഴിയാത്ത കുട്ടികൾക്കാണ് ആദ്യത്തെ പരിഗണന. അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷ കൊടുക്കാത്ത കുട്ടികളെയും സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കും. സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഹാജരാകുന്ന കുട്ടികളുടെ മാർക്ക്, റിസർവേഷൻ എന്നിവ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക. സ്പോട്ട് അഡ്മിഷനിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള ഫീസ് മാത്രമാണ് അടയ്ക്കേണ്ടത്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. മറ്റു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം കോളേജിലേക്ക് നൽകിയാൽ മതിയാവും. അല്ലാതെ ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് SSLC +2 സർട്ടിഫിക്കറ്റുകൾ അതേപോലെ നിങ്ങൾ റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊണ്ടുപോകണം. സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന തീയതി കൃത്യമായിട്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലും പത്രങ്ങളിലും വരുന്നതായിരിക്കും. എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റ് ജില്ലകളിൽ അപേക്ഷ കൊടുത്തിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും അപേക്ഷ കൊടുക്കാത്ത കുട്ടികൾക്കും പത്തനംതിട്ട ജില്ലയിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സ്ഥലമോ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന തീയതിയോ അറിയിച്ചിട്ടില്ല. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ എന്തായാലും ചാനലിലൂടെ അറിയിക്കുകയും ചെയ്യുന്നതാണ്.